വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെഷൻ എന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആരാ ബഹളം വെക്കണേ? സംസാരം ചുരുക്കുക, ബാക്കിൽ സംസാരം ചുരുക്കുക. നമ്മൾ ചില കുടുംബ കാര്യങ്ങൾ, കുടുംബ പാഠങ്ങൾ പങ്കുവെക്കുകയാണ് എൻ്റെയും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടി. കുടുംബ പാഠങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പാഠങ്ങൾ വയല് പറയാൻ യോഗ്യനായ ഒരാളല്ല പ്രത്യേകിച്ച് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് കുടുംബത്തോടുള്ള ഒരു ഉപദേശമായോ ഒരു വയലായോ ഇതിനെ കാണരുത്. പറയുന്ന എനിക്ക് ഒന്നാമതായും രണ്ടാമതായും ബാധകമായിട്ടുള്ള, പിന്നീട് നമുക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ബാധകമായ കാര്യങ്ങൾ നമ്മൾക്കിടയിൽ പറയുന്നു എന്നതാണ് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്ന ആമുഖമായ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണാം. വളരെ കഴിയുന്നത്ര പെട്ടെന്ന് ഞാൻ ഇത് അവസാനിപ്പിക്കും. എനിക്കറിയാം ഒരുപാട് പരിപാടികൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് എന്ന്. നമുക്ക് ഈ ഭൂമിയിലേക്ക് അള്ളാഹു ജനിപ്പിച്ച് വിട്ടവരാണ് നമ്മൾ കുടുക്കയക്കാർ. സഹോദരി സഹോദരന്മാരെ, നമുക്ക് ജയിച്ചേ പറ്റൂ. ഭൂമിയിൽ നിന്ന് നമ്മൾക്ക് പരാജയപ്പെടുക എന്നുള്ളത് അത് നമ്മളുടെ പരാജയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഭൂമിയിൽ ജയിച്ചേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ ഇന്ന് തുടക്കത്തിൽ തന്നെ പല സെഷനുകളിലും പല ആളുകളുടെ വാക്കുകളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഒന്നിച്ച് നിൽക്കണം, ജയിച്ച് മുന്നേറാൻ എന്നുള്ളൊരു കാര്യം. ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ മുഴുവൻ ആളുകളുടെ ഈ കുടുക്കങ്ങൽ കുടുംബത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഇതെന്താണ് സംഭവം? ആപ്പിള്. ഒരു ആപ്പിളിൻ്റെ ഉള്ളിൽ എത്ര വിത്തുണ്ട്? ആ ആപ്പിളിൻ്റെ, സാധാരണ ഒരു ആപ്പിളിൻ്റെ ഉള്ളിൽ എത്ര വിത്തുണ്ടാവും? 2 ഉണ്ടാവും, 4, 4 ഉണ്ടാവും, 6. അല്ലാ, അത് ശരി. അപ്പൊ എത്ര വിത്ത ഉണ്ടാവുക? ശരി. എൻ്റെ ചോദ്യം, ഒരു ആപ്പിളിൽ എത്ര വിത്തുണ്ട് എന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ചിലവര് 2 എന്ന് പറയുന്നുണ്ട്. ആപ്പിള് കണ്ടുക്കണ? ചിലവര് 2 വിത്ത് എന്ന് പറയുന്നുണ്ട്, 4 വിത്ത് എന്ന് പറയുന്നുണ്ട്. അതെത്ര ആവട്ടെ. എൻ്റെ ചോദ്യം, എൻ്റെ അടുത്തൊരു ചോദ്യം, ഒരാപ്പിളിൽ നിന്ന് എത്ര ആപ്പിളിന് സാധ്യത ഉണ്ട്? ഒരാപ്പിളിൽ നിന്ന് എത്ര ആപ്പിളിന് സാധ്യത ഉണ്ടോ എന്ന് പറയും. ഒരാപ്പിളിൽ നിന്ന് 2 വിത്താവട്ടെ, ഒരാപ്പിളിനുള്ളിൽ 4 വിത്താവട്ടെ, 6 ആവട്ടെ, 8 ആവട്ടെ, എത്രയോ ആവട്ടെ, അത് നമുക്ക് ഇനി ആപ്പിൾ മുറിച്ച് നോക്കുമ്പോൾ നോക്കാം. ഏതായാലും ഒരു വിത്തിൽ നിന്നാണ് ഒരു ആപ്പിൾ ഉണ്ടാവുക, അല്ലേ? എൻ്റെ ചോദ്യം, ഒരാപ്പിളിൽ നിന്ന് ഇങ്ങനെ 2, 3, 4, 5 ഒക്കെ വിത്തുള്ള ഒരാപ്പിളിൽ നിന്ന് എത്ര ആപ്പിളുകൾക്ക് സാധ്യത ഉണ്ടോന്ന് എണീറ്റ് പറയും. എന്താണ്? ആരമ്മ പറഞ്ഞു തന്നാ? അമ്മ എവിടെ? എന്താ പ്രശ്നം? ഒരാപ്പിളിൽ നിന്ന് എത്ര ആപ്പിളുകൾക്ക് സാധ്യത ഉണ്ട്? യെസ്, അതാണ്. ഒരാപ്പിളിന്റെ ഒരു വിത്തിൽ നിന്നാണ് പിന്നീട് ഒരു ആപ്പിൾ മരം ഉണ്ടാവുന്നതെങ്കിൽ ആ ആപ്പിൾ മരത്തിൽ നിന്ന് 100 കണക്കിന് ആപ്പിളുകൾ ഒരു തവണയല്ല, പല സീസണുകളിൽ പല തവണകളായി ആ ആപ്പിൾ മരിക്കുന്നത് വരെ, അങ്ങനെ പിന്നെ അതിൽ നിന്നും ഒരുപാട് ആപ്പിൾ, ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരൊറ്റ ആപ്പിളിൽ നിന്നാണ്. അപ്പോൾ ഒരാപ്പിളിൽ നിന്ന് എത്ര ആപ്പിൾ ഉണ്ടാവും എന്നത് ഒരു കണക്ക് പറയാൻ നമുക്ക് സാധ്യമല്ല. അത് അൺലിമിറ്റഡാ, അനന്തവിശാലമായ ഭൂമിയുള്ളിടത്തോളം കാലം ഒരു ആപ്പിളിൽ നിന്ന് പുറപ്പെട്ട ഈ ആപ്പിള് മരങ്ങള് അത് വലുതായി ആപ്പിൾ ഉണ്ടായി വീണ്ടും അങ്ങനെ 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 ഒരുപാട് ആപ്പിൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടോ, ഇവിടെ അവതരിപ്പിച്ച ഈ ഒരു ആപ്പിളിന്റെ 2 വിത്താണ് കുടുക്കേങ്ങൽ കുടുംബത്തിലെ പാത്തുമ്മ എന്ന് പറയുന്ന നമ്മളെ വല്യമ്മയും അതുപോലെ പിന്നെ കുഞ്ഞാലി എന്ന് പറയുന്ന നമ്മളെ വല്യപ്പയും. ഇത് 2 ആപ്പിളിലെ 2 വിത്തായിരുന്നു. ഈ 2 വിത്തുള്ള ആ ഒരു ആപ്പിൾ കുടുംബത്തിൽ നിന്നാണ് ഈ കാണുന്ന നമ്മളെല്ലാവരും ഉണ്ടായത്. ആ മരം ശ്രദ്ധിച്ച എല്ലാവരും
ആ മരം ശ്രദ്ധിച്ചല്ലോ അല്ലേ? നിങ്ങൾ ഇന്ന് കയറി വന്നപ്പോ ആരും മരം അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നി. അത് നമ്മളുടെ കുടുംബ മരമാണത്. അതിൽ നമ്മളൊക്കെ പിന്നെ എവിടെയൊക്കെയാണ് നമ്മളുടെ പൊസിഷൻ എന്നുള്ളത് ക്ലിയർ ആണ്. അതൊന്ന് വിശാലമായിട്ടാണ് തൊട്ടു മുമ്പ് അബ്ദുൽ ഹമീദ് ഇവിടെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ അത് പ്രസന്റ് ചെയ്തത്. അപ്പോ ഈ ആപ്പിളിൽ നിന്നാണ് ഇത്രയും ആളുകൾ ഉണ്ടായത്. നമ്മളിപ്പോ എത്ര ആൾക്കാരുണ്ട്? എത്ര ആപ്പിൾ ഒരു ആപ്പിൾ എന്ന സാധ്യത ഉണ്ട് എന്നാണ് നമ്മളെ വിഷയം. ഈ പാത്തുമ്മൈ കുഞ്ഞാലി എന്ന 2 ആപ്പിൾ വിത്തുകളിൽ നിന്ന് നമ്മളിപ്പോ എത്ര ആളുണ്ട്? കഴിഞ്ഞ ക്ലാസ് കേട്ടല്ലോ, 240. അതിന്റെ ഒരു കണക്ക് ഇവിടെ ഉണ്ട് അല്ലേ? 244. ഞാൻ 240 എഴുതിയ പ്രശ്നമല്ല. എത്ര വർഷം കൊണ്ടാണ് 240 ആപ്പിൾ ഉണ്ടായത് കുടുക്കെങ്കില്? അതെ, ഞാൻ കണക്ക് കൂട്ടിയപ്പോ ഇനി അമീദിന് വേണം തിരുത്താം. അമീദ് അതിന്റെ പിന്നാലെ കുറെ പോയതുകൊണ്ട് ഞാൻ അതിനെ 90 വർഷം എന്നാണ് പറയാ. മക്കള് ശ്രദ്ധിക്കുക, മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഒരു 90 വർഷം, അതിന് 94 95 അതല്ല വിഷയം. ഒരു 90 വർഷക്കാലം കൊണ്ട് കുടുക്കേങ്കലുണ്ടായ ഈ ആപ്പിളുകൾ എന്ന് പറയുന്നത് 240 ആപ്പിളാ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ എത്ര കുട്ടി ജനിക്കുന്നുണ്ട് കുടുക്കേങ്കല്? 2.5 മക്കൾ ജനിക്കുന്നുണ്ട് ഒരു കൊല്ലത്തിൽ. അങ്ങനെ ജനിച്ചു പോന്നിട്ടാണ് ജനിക്കുകയോ നമ്മൾ ഇത് കുടുംബത്തിലേക്ക് ചേരുകയോ ചെയ്തുകൊണ്ട് കൊല്ലത്തിൽ 2.5 ആളുകളുടെ വർധനവയോടുകൂടിയാണ് കുടുക്കേങ്ങൽ കുടുംബത്തിന്റെ ഈ ആപ്പിളിന്റെ വർധനവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ 240 എത്തിയ നമുക്ക്, ഞാൻ ചോദിക്കട്ടെ, അമീദ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചു. അമീദിന് ഈ കുഞ്ഞാലി എന്ന് പറയുന്ന നമ്മളെ വല്ലിപ്പയെ കുറിച്ച് എന്തുമാത്രം വിശദാംശങ്ങളാണ് തരാൻ കഴിഞ്ഞത്? തരാൻ കഴിഞ്ഞോ? എന്തുകൊണ്ട് കഴിഞ്ഞില്ല? സത്യത്തിൽ ഈ കുഞ്ഞാലി എന്ന നമ്മളെ വല്ലിപ്പ എത്രയോ മുമ്പല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ മുകളിന്റെ തൊട്ടു മുകളിലാ. എൻ്റെ മുകളിൽ എൻ്റെ ഉപ്പയാണ്, അതിന്റെ തൊട്ടു മുകളിലാണ് വല്ലിപ്പയുള്ളത്, കുഞ്ഞാലി വല്ലിപ്പയുള്ളത്. പക്ഷെ ആ കുഞ്ഞാലി വല്ലിപ്പയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, എൻ്റെ തലമുറയിൽ ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു നാൾ നമ്മളുമാകും ഈ കുടുംബത്തിൽ. ഇങ്ങനെ ഒരു ഷംസീർ വല്ലിപ്പ ഉണ്ടായിരുന്നു, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇങ്ങനെ ഒരു മൻസൂർ വല്ലിപ്പ ഉണ്ടായിരുന്നു, ഒരു ലത്തീഫ് വല്ലിപ്പ ഉണ്ടായിരുന്നു, ഒരു ഗഫൂർ വല്ലിപ്പ ഉണ്ടായിരുന്നു. ഇത് എവിടെയുമുള്ള അവസ്ഥയാണ്. ഒരു പക്ഷേ അമീദ് ചെയ്ത മാതിരി റെക്കോർഡിംഗ് ഒക്കെ നടന്നേക്കാം, ഡോക്യുമെന്റേഷൻ ഒക്കെ അപ്പോഴൊക്കെ എടുത്തു നോക്കിയാൽ. പക്ഷെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുമല്ലോ, അവരെയൊന്നും ദൈനംദിനം ഓർക്കാത്തൊരു കാലഘട്ടത്തിലേക്ക് പോകും. അവിടെയാണ് ഇന്നത്തെ സെഷനുകളിൽ നമ്മളുടെ അധ്യക്ഷൻ, ഉദ്ഘാടന സെഷന്റെ അധ്യക്ഷൻ ഒരു കാര്യം പറഞ്ഞു പോയി. ഈ 6 ആപ്പിളായിരുന്നു നമുക്കുണ്ടായിരുന്നത്, 7 ആപ്പിള്. അതിലേക ബാക്കി നിൽക്കുന്ന ഒരു ആപ്പിള് ഞാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു മാണിക്യക്കല്ല് എന്ന രൂപത്തിലുള്ള ഏക നേതൃത്വം, ഞാൻ ഇബ്രാഹിമാശ പൊക്കുകയോ ചാപ്പനെ പൊക്കുകയോ എന്നല്ല, അത് നിങ്ങൾ വിടി. അള്ളാഹു നമുക്ക് തീരുമാനിച്ചു തന്ന, നമ്മൾ കുടുക്കേങ്ങക്കാർ ഇവിടെ കൂടിയതാണല്ലോ വടുവഞ്ചാലില്. ഈ വർത്തമാന കാലത്തിൽ ഒരാൾ ഹോസ്പിറ്റലില്ല, അദ്ദേഹം ഹോസ്പിറ്റലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ 1-2 ആളും കൂടി ഹോസ്പിറ്റലില്ല. ഈ നമ്മളാകുന്ന നമ്മൾക്ക് അള്ള തീരുമാനിച്ചു തന്ന നമ്മളുടെ ഈ ആപ്പിൾ നേതൃത്വം, ആ ഒരു ആപ്പിള്, വലിയ ആപ്പിള്, അതിന്ന് ഇബ്രാഹിം മാസ്റ്റർ മാത്രമാണ്. ഇനി നമ്മളൊക്കെ എങ്ങനെയൊക്കെയാണ് ചുരുങ്ങിപ്പോവുക എന്നുള്ളത് അറിയില്ല. അപ്പൊ അവിടെയാണ് ഈ കുടുംബ സംഗമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്നുള്ളതാണ്. ഇത് ആമുഖമായിട്ട് പറയാണ്. അപ്പൊ ഇതിന് വലിയ നിലയും വിലയുണ്ട്. നമ്മളെ ചെറുപ്പക്കാരൊക്കെ നമ്മളെ കല്യാണ സദസ്സുകളിലൊന്നും വരാൻ അത്ര താല്പര്യമില്ല എന്ന് തോന്നുന്നു. പാടില്ല. നമ്മളെ സദസ്സുകൾക്ക് വലിയ വലിപ്പുണ്ട്, വലിയ വിലയുണ്ട്, അതിന് ചില നിലവാരങ്ങളുണ്ട്, അതിന് ചില രൂപങ്ങളുണ്ട്. അതിൽ പങ്കാളികളാവാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അത് നമ്മളെ, കാരണം ഇത് ഒരേ ചോരയാണ്, ഇതൊരു ചോരന്റെ കേസാണ്. ഈ 150-200 ആളുകളുടെ ഞരമ്പിൽ ഓടിയത് ഒരു ചോരയാണ് എന്നുള്ളതാണ്. ഈ ചോരബന്ധം നിഷേധിക്കാനോ ഇല്ലാണ്ടാക്കാനോ തേച്ച് മാച്ച് കളയാനോ നമുക്ക് സാധ്യമല്ല. അത് അള്ളാഹു നിശ്ചയിച്ച് തീരുമാനിച്ചു പോയതാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. മറ്റൊരു വിഷയം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഞാൻ ഉദ്ദേശിച്ച മാതിരി ഒന്നും ഞാനിവിടെ സംസാരിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. മറ്റൊരു വിഷയം, എന്താണ് ഈ കുടുംബ സംവിധാനത്തിൽ നമുക്ക് കിട്ടേണ്ടത്? അത് നമുക്ക് കിട്ടുന്നുണ്ടോ? എന്താണ് കിട്ടേണ്ടത്? എന്താണ് കുടുംബ സംവിധാനത്തിൽ നിന്ന് കിട്ടേണ്ടത്? ഇതിപ്പോ ഒരു കുടുംബ സംവിധാനമാണല്ലോ, എന്ത് കിട്ടണം?
നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. കിട്ടേണ്ടത് ഒന്ന്, ശക്തമായ കുടുംബ ബന്ധമാണ് കിട്ടേണ്ടത്. രണ്ട്, ഒരു മൂല്യം, വാല്യൂസ് എന്ന് പറയും, അതാണ് കിട്ടേണ്ടത്. അത് കുടുക്കക്കാരല്ലേ, അവര് അങ്ങനെ ഒന്നും ചെയ്യൂല എന്ന് നാട് പറയുന്ന രൂപത്തില് ഒരു വാല്യൂസ് ഏത് കുടുംബത്തിനും ഉണ്ടാവും. നമ്മളെ കുടുംബത്തിനും അതുണ്ടായിരുന്നു. ആ വാല്യൂസിന്റെ ചരിത്രത്തില് ഈ 6 ആപ്പിള് അവര് സജീവമായിരുന്ന സമയത്ത് ആ വാല്യൂസ് കാണിച്ചത് ചിലതൊക്കെ അമീദ് പറയാൻ ശ്രമിച്ചോ എന്ന് തോന്നി, ചിലതൊക്കെ ഞാൻ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. എന്റെ പ്രസന്റേഷന്റെ എല്ലാ സമയവും തെറ്റുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ചില വാല്യൂസ്, ആ വാല്യൂസിനെയാണ് നമ്മൾ ഒന്നിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പാര് മുഹമ്മദ് സാഹിബ്, എൻ്റെ ഒപ്പം മരിച്ചുപോയ മുഹമ്മദ് സാഹിബും അബുഹാജിയും ഹുസൈൻ ഹാജിയും അബുഹാജിയും അവരൊക്കെ, നമ്മളെ ഇമ്പിച്ചാത്തു അമ്മായിയും ഖദീശമ്മായും അവരൊക്കെ നിലനിർത്തിപ്പോന്ന ഒരു വാല്യൂസ് ഉണ്ട്, ഒരു ശിക്ഷണമുണ്ട്, ഒരു അച്ചടക്കമുണ്ട്. അത് ആണ് നമുക്കും കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്, ഫലപ്രദമായ ഒരു ആശയവിനിമയം. അതെന്താണെന്ന് പറയാം. അതാണ് എല്ലാത്തിനും പ്രശ്നം. എവിടെയും അകലാനും എവിടെയും പ്രശ്നവും ഒക്കെ പരസ്പരം ഈ കമ്മ്യൂണിക്കേഷൻ. എന്നോട് പറഞ്ഞില്ല, എന്നെ കല്യാണത്തിന് പറഞ്ഞ മാതിരി പറഞ്ഞില്ലേ, ഇങ്ങനെ പോയിട്ട് കമ്മ്യൂണിക്കേഷന്റെ വിഷയങ്ങൾ. അതുപോലെ ഒരു ഇമോഷണൽ സപ്പോർട്ട്, വൈകാരിക പിന്തുണ കുടുംബത്തിൽ നിന്ന് കിട്ടണം. ഇപ്പൊ ഇന്നലെ സ്ട്രോക്കായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അവിടെ ഈ കുടുംബത്തിന്റെ ഒരു വൈകാരികമായ പിന്തുണ, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ, ഞങ്ങൾ എല്ലാവരും ICUവിൽ വന്ന് കിടക്കുന്നില്ല, പക്ഷേ ആ ICUവിൽ കിടക്കുന്നവന്റെ കൂടെ ഈ കുടുംബമുണ്ട് എന്ന ആ തോന്നൽ, അതൊരു കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അതുപോലെ റോൾ മോഡലിംഗ്. ഇവിടൊക്കെ റോൾ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയ മലായിക്കത്തുകളെ ഈ കുടുംബത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടാവണമെന്നല്ല, ഞാനത് പറയുന്നുണ്ട്. രണ്ടാമത്, ഈ കുടുംബത്തിൽ ഒരു സുസ്ഥിരതയും സുരക്ഷയും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓരോരോ കാര്യങ്ങൾ, ശക്തമായ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ഓനായിട്ട് നല്ല ബന്ധമാണ്, ഭയങ്കര ലോകിയാണ്, ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര ചിരിയാണ്. ഇതിനല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പരസ്പര ബഹുമാനമാണ്, ഹൃദയത്തിൽ നിന്നുണ്ടാവേണ്ടതാണ്. കുടുംബത്തിൽ ആരോട് മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പര ബഹുമാനം ഇല്ലയോ, അവിടെ റിലേഷൻഷിപ്പിന് തകരാറ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പരസ്പരം മനസ്സിലാക്കലാണ്. പരസ്പരം മനസ്സിലാക്കാതെയുള്ള ഒരു പെരുമാറ്റം, അത് റിലേഷൻഷിപ്പ് എന്ന് പറയില്ല. എല്ലാവരെയും മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കല്? എൻ്റെ സ്വഭാവ രീതികളല്ല മറ്റൊരാളുടെ കുടുംബത്തിലെ മറ്റൊരാളുടെ സ്വഭാവ രീതി. ഞാൻ സംസാരിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ സംസാരിക്കുക. പക്ഷെ പരസ്പരം ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയും. പരസ്പരം മനസ്സിലാക്കാതിരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കാനുള്ള സാധ്യത പോലും ഇല്ലാതെ ഉള്ള അവസ്ഥയിലേക്ക് പോകും. അവിടെ റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മുടെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഞാനത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യം, കുടുംബത്തിൽ നടക്കേണ്ട ആശയവിനിമയം എന്താണ് ആശയവിനിമയം? തുറന്ന സംഭാഷണം. മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത കുടുംബ ബന്ധമാണെങ്കിൽ, ജ്യേഷ്ഠൻ അനുജൻ, ആങ്ങള പെങ്ങളന്മാര്, ബാപ്പ മക്കള് ബാപ്പ, ഈ ബന്ധമാണെങ്കിൽ ഇവർ പരസ്പരം അവര് തമ്മിലുള്ള വിഷയങ്ങളോ പ്രയാസങ്ങളോ പരസ്പരം തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ അവിടെ ഫലവത്തായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കുടുംബം എന്നാണ് പറയുക. നമ്മളെ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അതാണ്. മാത്രവുമല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, അത് വളരെ നാച്ചുറലാണ്, അത് പ്രകൃതിപരമാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം പറയാനും പ്രകടിപ്പിക്കാനുമുള്ള അവസരങ്ങളുടെ സ്പേസ് കുടുംബത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. മറ്റ് പൊരുത്തക്കേടുകൾ അതും നാച്ചുറലാണ്, സ്വാഭാവികമാണ്. അത് രമ്യമായി പരിഹരിക്കാനുള്ള വേദി കുടുംബത്തിൽ വേണം. പിണങ്ങിയവരെ കണ്ട് പരിഹസിക്കുന്ന രൂപം പാടില്ല. പനിയുള്ളവരെ, ഛർദിയുള്ളവരെ, വയറ്റുനോക്കുള്ളവരെ, ക്യാൻസർ ബാധിച്ചവരെ, ഓൻ വലിയ ഡോക്ടറാ എന്നിട്ട് ഓൻ അസുഖം എന്ന് നമ്മൾ പരിഹസിച്ചാൽ എന്തുമാത്രം വിഡിത്തമായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യനിടയിൽ ഉണ്ടാവുന്ന രോഗമാണ് പരസ്പര പ്രയാസങ്ങളും പിണക്കങ്ങളും. നിങ്ങളിൽ 2 പേര് തെറ്റിയാൽ മൂന്നാമതൊരാൾ ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നതാണ് നമ്മുടെ മതം പടച്ചവൻ നമ്മളോട് പറഞ്ഞത്. നമ്മൾ ചെയ്യണം. കുടുംബത്തിൽ അതിനുള്ള വേദികൾ ഉണ്ടാവണം. ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അതിന് മസ്ലഹത്ത് ഉണ്ടാക്കാൻ, പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ, മൂന്നാമതും നാലാമതും അഞ്ചാമതും ഇടപെടാൻ കഴിയുന്ന വിദഗ്ധന്മാര് കുടുംബത്തിൽ ഉണ്ടാവണം. ഇതിനെയൊക്കെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫാമിലി.
ഫലപ്രദമായ ആശയവിനിമയം എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വൈകാരികമായ പിന്തുണ. വൈകാരിക പിന്തുണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, വെല്ലുവിളി നിറഞ്ഞ ചില ആധുനിക 21ാം നൂറ്റാണ്ടിന്റെ സമയങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ നമുക്ക് വിശ്വസനീയമായ പിന്തുണ കുടുംബത്തിന്റെ പല ഭാഗത്തു നിന്നുമുണ്ട്. വിജയങ്ങൾ ഒപ്പം ആഘോഷിക്കാൻ കഴിയുന്ന, പരാജയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നിച്ച് പിന്തുണ കൊടുക്കാൻ കഴിയുന്ന, അതിനാണ് വൈകാരിക പിന്തുണ എന്ന് പറയുന്നത്. മാതൃകാ മോഡലുകൾ കുടുംബത്തിൽ നിന്ന് 5ാമതായി ഒരു കുടുംബത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഞാൻ പറഞ്ഞു, മലായിക്കത്തുകൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് ഉത്തരവാദിത്തമുള്ളവരായി നമ്മൾ മാറുക. എന്നിട്ട് സഹാനുഭൂതി, എംപതി, മറ്റുള്ളവനെ മനസ്സിലാക്കുക. ഓന്റെ പ്രശ്നം എന്താ, ഓനിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ ഓന്റെ പ്രശ്നം എന്താ? ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും, എന്തെങ്കിലും സാമ്പത്തിക വിഷയമായിരിക്കും, എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വല്ല അസുഖമായിരിക്കും, അല്ലെ തലേന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതിനങ്ങനെയൊക്കെ ആയിരിക്കും ആ കുട്ടി അങ്ങനെ സംസാരിക്കാൻ കാരണമെന്ന അന്യനെ മനസ്സിലാക്കാനുള്ള എമ്പതി, അതുപോലെ അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുക, അങ്ങനെയുള്ള അതിനാണ് പറയുന്നത് ഒരു റോൾ മോഡലിംഗ്. അങ്ങനത്തെ ആളുകൾക്കാണ് മാതൃകാ പുരുഷന്മാരെന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി, സുസ്ഥിരതയും സുരക്ഷയും തീർച്ചയായിട്ടും നമ്മൾ ഐക്യത്തോട് കൂടി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സുരക്ഷാബോധം ഉണ്ടാവും. ഓൻ്റെ അടുത്തേക്ക് ഞാൻ പോയല്ല, ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടാവുന്ന സലാം പറയും. ഇതൊക്കെ ഒരു കുടുംബത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് സുരക്ഷാബോധം ഉണ്ടാകുക? പാടില്ല. പരസ്പരം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരാത്മവിശ്വാസവും ആത്മധൈര്യമുണ്ട്. എനിക്കെൻ്റെ കുടുംബമുണ്ട്. പല ആളുകൾക്കും ഇപ്പൊ തോന്നുന്ന അവസ്ഥ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആരുണ്ട് എന്ന ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ ഈ ഞാൻ കൊടുക്കെങ്കിൽ കുടുംബത്തിലുള്ളതാ, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ കൂടെ ആളുകളുണ്ട് എന്ന സുരക്ഷാബോധം നമ്മളെ കുടുംബത്തിൽ സ്വാഭാവികമായി ഉണ്ടാവണം. അത് നമ്മളെ പരസ്പര ബന്ധത്തിലൂടെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഇങ്ങനെ 5-6 കാര്യങ്ങളാണ് നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക? അവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെയാണ് കുടുംബത്തിലെ റിസോഴ്സുകളെ തിരിച്ചറിയേണ്ടത് പറയുന്നത്. റിസോഴ്സസുകൾ എന്താണ്? വിഭവങ്ങൾ. കുടുംബത്തിൽ കുറെ വിഭവങ്ങളുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തല്ലാതെ ഈ 5 കാര്യങ്ങൾ കിട്ടൂല. ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലെ? ഒന്ന് വിഭവങ്ങൾ എന്ന് പറയുന്നത്, അതെ, നമ്മൾ കുടുംബ വിഭവശേഷി തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നല്ല, തിരിച്ചറിയുക. നമ്മളെ കൊടുക്കെങ്കിൽ കുടുംബത്തിന്റെ വിഭവശേഷി നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ സംഗമം സംഘടിപ്പിച്ച മുതലാണ്. നമ്മളിൽ ഇത്രയൊക്കെ പ്രൊഫഷണൽ ആളുകളോ, ഇത്രയൊക്കെ PG സ്റ്റുഡൻസുകളോ, ഇത്രയൊക്കെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളോ, ഇത്രയൊക്കെ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളോ, ഇത്രയൊക്കെ വളർന്നു വരുന്ന ബിസിനസ് ആളുകളോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു നമ്മളെ റിസോഴ്സ് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഈ പരസ്പര ബന്ധപ്പെടാൻ തുടങ്ങിയതാണ് ഈ സംഗമത്തിന്റെ പേരിൽ. ആ പരസ്പര ബന്ധത്തിൽ നിന്ന് ഈ റിസോഴ്സ് തിരിച്ചറിയാൻ പറ്റൂ. എന്തൊക്കെ റിസോഴ്സുകളാണ് ഉള്ളത്? കാര്യമായി 4 റിസോഴ്സാ. ശരിക്കും മനസ്സിലാക്കുക. ഞാൻ എന്തോ ഒരു സയൻസ് ആവശ്യമില്ലാത്ത പറയല്ല, നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിലുള്ള റിസോഴ്സ് എന്താണ്? ഒന്നാമത്തെ റിസോഴ്സ് സാമ്പത്തികം തന്നെയാണ്. രണ്ടാമത്തേത് ഫിസിക്കൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി, ബിൽഡിങ്, ഏക്കറ കണക്കിന് ലാൻഡ്. ഇത് രണ്ടും കൊടുക്കാങ്ങൾ കുടുംബക്കാർക്ക് ഇല്ല എന്ന് വെക്കുക, ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ടായി വരുന്ന അടയാളങ്ങൾ പല ഭാഗത്തുമുണ്ട്. അത് നമുക്ക് വേണ്ടി അത് വളരട്ടെ എന്ന് ഈ സംഗമത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വലിയ സാമ്പത്തികമായ ഒരു അസറ്റോ, ലാൻഡും പ്രോപ്പർട്ടിയും ഏക്കർ കണക്കിന് തോട്ടങ്ങളുമുള്ള അങ്ങനെ ഒരു തറവാട് കുടുംബമല്ല കൊടുക്കെങ്കിൽ കുടുംബം. അതുകൊണ്ട് 1ഉം 2ഉം ഇപ്പം നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടതില്ല. എന്നാൽ ഈ 3ഉം 4ഉം ഉണ്ടല്ലോ, അതെന്താണ്? ഹ്യൂമൻ റിസോഴ്സസ്, മാനവ വിഭവശേഷി. ആളുകള് അതൊരു വിഭവശേഷിയാണ്. അതാണ് അവരുടെ സ്കില്ലുകൾ, അവരുടെ എബിലിറ്റീസുകൾ, അതുപോലെ കമ്മ്യൂണിറ്റി റിസോഴ്സസ്. ആ 2 കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ്, ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, ഹ്യൂമൻ റിസോഴ്സും അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, അതിന് പറയാ ഒരു കുടുംബ പ്രതിരോധ ശേഷിയാണ് അത് എന്നുള്ളതാണ്. കുടുംബ പ്രതിരോധ ശേഷി എന്താന്ന് വെച്ചാല് നമുക്ക് 3 കാര്യങ്ങൾ ഈ പറഞ്ഞത്. ഒന്ന്, ഈ ഹ്യൂമൻ റിസോഴ്സിന് അത് പാകപ്പെട്ട് മറ്റുള്ളവർക്ക് ആ റിസോഴ്സ് ഉപകരിക്കണമെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ആദ്യം കുറെ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് കാര്യമല്ല. ഉന്നത ജോലികളിൽ വിരാജിക്കുന്ന ആളുകളായതുകൊണ്ട് കാര്യമല്ല. 12 ശമ്പളം വാങ്ങുന്നവരായതുകൊണ്ട് കാര്യമല്ല. മറിച്ച് ആ ഉന്നത വ്യക്തിത്വങ്ങള് അവര് ഈ ഒരു തലത്തിൽ ഒന്ന് ഉയർന്നതിയിലെത്തേണ്ടത്. അതാണ് ഇമോഷണൽ അവയർനെസ് എന്ന് പറയുന്നത്. എങ്ങനെ ഉചിതമായി പ്രതികരിക്കാൻ, ഓരോരോ പ്രശ്നത്തെ മനസ്സിലാക്കി
ആ ഒരു കൂടെയുള്ളവരുടെ വൈകാരിക തലങ്ങൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കി അവനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാനെന്ന ടീച്ചറുടെ, ഞാനെന്ന ഡോക്ടറുടെ, ഞാനെന്ന കർഷകന്റെ കുടുംബത്തിലെ ആ ഒരു പാകപ്പെടുമ്പോഴാണ് എൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മറ്റുള്ളവർക്ക് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ തന്നെ. അപ്പൊ ഇങ്ങനെ നമ്മളിലുള്ള ഹ്യൂമൻ റിസോഴ്സ് അത് ഒരുപാടുണ്ട്. ഒരുപാട് കുട്ടികൾ യൂണിവേഴ്സിറ്റികളിലൂടെ വളർന്നു വരിക. ഇത് കാണാതെ പോവരുത്. അവര് നമ്മളെ നൂറ്റാണ്ടിൽ ജനിച്ചവരല്ല, അവര് പുതിയ നൂറ്റാണ്ടിൽ ജനിച്ചവരാ. നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ വളർന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലെ സ്വഭാവ രൂപീകരണങ്ങൾ സെറ്റ് ചെയ്തു പോയവരാ. പക്ഷേ 21ാം നൂറ്റാണ്ടിലെ ജനിച്ചു വളർന്നത് വേറെ ചില രീതികളാണ്, വേറെ ചില അഭിരുചികളാണ്. ഏതായാലും നമ്മൾ ഈ കുട്ടികളുടെ റിസോഴ്സസുകൾ അത് പരിപോഷിപ്പിക്കണം. നമ്മളാകുന്ന 20ാം നൂറ്റാണ്ടുകളുടെ ശൈലിമോശം കൊണ്ട് അതിനെ മുളയിൽ നുള്ളിക്കളയുന്ന, അതിനെ ഇല്ലാതാക്കി കളയുന്ന, ഈ കുടുംബത്തിന്റെ ഭാവിക്ക് ഉപയോഗിക്കേണ്ട ആ റിസോഴ്സുകളെ മുളയിലില്ലാതെ കരിച്ചു കളയുന്ന പെരുമാറ്റ സമീപന രീതികൾ കുടുംബത്തിലെ മുതിർന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. മുതിർന്നവരെന്ന് ഉദ്ദേശിക്കുന്നത് 20ാം നൂറ്റാണ്ടിൽ ജനിച്ച് വിദ്യാഭ്യാസം നേടി ആരൊക്കെ ഈ റൂമിലുണ്ടോ അവര് ഞാൻ മുതിർന്നവര് എന്നാണ് പറയുക. ഇത് കണ്ടോ, 20ാം നൂറ്റാണ്ടിൽ ജനിച്ച് വളർന്നവരോ കൈവക്കി. കഴിഞ്ഞ നൂറ്റാണ്ടില് ആരൊക്കെയാണ്? കഴിഞ്ഞ നൂറ്റാണ്ടില് നമ്മളൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലേ? ചെറിയാബ ഈ നൂറ്റാണ്ടിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ കാളവണ്ടിയിൽ യാത്ര ചെയ്തത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. അതേസമയം വിമാനയാത്ര നടത്തിയതും കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. ഒരു നൂറ്റാണ്ടിലെ ഡെവലപ്മെന്റുകളാണ്. അവിടെയാണ് എന്നെപ്പോലുള്ള തലമുറ ആളുകളൊക്കെ ജനിച്ചു വളർന്നത്. എന്നാൽ 21ാമത്തെ നൂറ്റാണ്ട്, 20ാം നൂറ്റാണ്ടിലെ ഒരു പ്രത്യേകതയും കൂടി പറയട്ടെ. 20ാം നൂറ്റാണ്ടിൽ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ എക്സലൻസ് തന്നെയാണ്. അതുവഴി ഹയർ കോഴ്സുകളും ഡിഗ്രിയും കരസ്ഥമാക്കലാണ്, എന്നിട്ടോ ജോബ് കരസ്ഥമാക്കലാണ്, എന്നിട്ടൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇതാണ് ഫോക്കസ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ. ഈ ഫോക്കസ് അല്ല 21ാം നൂറ്റാണ്ടിലെ ഫോക്കസ് എന്ന് പറയുന്നത്. 21ാം നൂറ്റാണ്ടിലെ ഫോക്കസ് വളരെ വ്യത്യാസമുണ്ട്. എന്താ 21ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത? 21ാം നൂറ്റാണ്ടിൽ, 20ാം നൂറ്റാണ്ടിൽ കാളവണ്ടിയിൽ തുടങ്ങി വിമാനയാത്ര നടത്തിയ നൂറ്റാണ്ട് 20ാം നൂറ്റാണ്ട്. 21ാം നൂറ്റാണ്ടിൽ ഡിജിറ്റൽ ഏജിന്റെ ഗൂഗിൾ പേയ്മെന്റ് നടത്തുന്ന ഉമ്മമാരും വല്യമ്മമാരുള്ള നൂറ്റാണ്ടായി 21ാം നൂറ്റാണ്ട് മാറിയിട്ടുണ്ട്. പൈസയൊന്നും നമ്മൾ എവിടാന്ന് കാണുന്നില്ല, ഒക്കെ ഡിജിറ്റലൈസ് ആണ്. ഓൺലൈനിലാണ് അപ്ലിക്കേഷൻ, ഓൺലൈനാണ് പ്രോസസ്സിംഗ്, ഓൺലൈനിലാണ് മറുപടികൾ, ഓൺലൈനിലാണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ് എവറിത്തിങ് ഓൺലൈൻ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട്. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യന്റെ ആവശ്യമില്ല, മനുഷ്യ തലച്ചോറുകൾക്ക് ആവശ്യമില്ലാതെ മനുഷ്യ തലച്ചോറിന്റെ പണി മെഷീനുകൾ ഏറ്റെടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. അതുകൊണ്ടാണ് ഡ്രൈവർമാരില്ലാത്ത കാറുകൾ ഇറങ്ങി തുടങ്ങി. അമേരിക്കയിൽ മാത്രമല്ല, UAE ഇറങ്ങി തുടങ്ങി. ഡ്രൈവർമാർ ആവശ്യമില്ലാത്ത ബസ്സുകൾ ഇറങ്ങി. ഡോക്ടർമാർ ആവശ്യമില്ലാത്ത സർജറികൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മനുഷ്യർ ആവശ്യമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീന് മനുഷ്യ തലച്ചോറിന്റെ പണിയെടുക്കുന്നു കൂടുതൽ കൃത്യതയോടുകൂടി എന്നുള്ളതാണ്. അപ്പോൾ ഈ യുഗം എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിന്റെ സ്വഭാവമേ അല്ല, രീതിയേ അല്ല, വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം, നല്ല സർട്ടിഫിക്കറ്റ്, നല്ല ജോലി, നല്ല സാമ്പത്തിക സുരക്ഷിതത്വമല്ല. അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതെന്താണ് ഫോക്കസ്? എഡ്യൂക്കേഷൻ എക്സലൻസ് തന്നെ. ഹയർ ഡിഗ്രിയും കോഴ്സുകളും പാസ്സാവണം, യാതൊരു സംശയമില്ല. പക്ഷേ അവിടെ പെർഫോമിംഗ് ലീഡർഷിപ്പ്, ആർക്കൊക്കെ എല്ലാ രംഗത്തും ലീഡർഷിപ്പ് പെർഫോം ചെയ്യാൻ കഴിയും, എന്നിട്ടൊരു സക്സസ്ഫുൾ വിജയിക്കുന്ന ഒരു വ്യക്തിത്വം, ഗ്രേറ്റ് പേഴ്സണാലിറ്റി എങ്ങനെയൊക്കെ ആകാൻ കഴിയും, അതാണ് 21ാം നൂറ്റാണ്ടിലെ ഫോക്കസ്. ഈ മക്കള് ഈ 21ാം നൂറ്റാണ്ടിൽ പഠിക്കുന്ന, 20ാം നൂറ്റാണ്ടിൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന, 20ാം നൂറ്റാണ്ടിൽ സംരംഭങ്ങൾ തുടങ്ങുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ ഒരു പ്രശ്ന പരിഹാരകനായിക്കൊണ്ട് ഒരു ഉന്നത വ്യക്തിത്വം, ബിസിനസ് ആണെങ്കിൽ ബിസിനസ് വ്യക്തിത്വം, ഒരു പ്രൊഫഷണൽ ബിസിനസ്സുകാരൻ, അതുപോലെ എന്തും, കർഷകനാണെങ്കിൽ ഒരു ഉന്നത കർഷകൻ, അങ്ങനെ ഒരു ഉന്നത ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആവാൻ
കഴിഞ്ഞാൽ മാത്രമേ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാൻ കഴിയൂ. അതിനുകൊണ്ടാണ് 21st സെഞ്ച്വറി സ്കിൽ എന്നൊരു പ്രയോഗം ഇന്ന് സ്കൂളുകളിലൊക്കെ കാണാം. ഇതിന്റെ പാരന്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ടീച്ചർമാർ 21st സെഞ്ച്വറി സ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. ആ 21st സെഞ്ച്വറി സ്കിൽ എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച സ്കില്ലല്ല, മനുഷ്യനുള്ള സ്കിൽ തന്നെയാണ്. പക്ഷേ 21-ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ അതിജീവിക്കണമെങ്കിൽ ഇത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂ എന്ന ഒരു സമീപനത്തിന്റെ പേരാണ് 21st സെഞ്ച്വറി സ്കിൽ